പ്രിയമുള്ളവരെ, വീണ്ടും വീണ്ടും പ്രഭാതം നമ്മുടെ മുന്നിൽ വരികയാണ്. ഓരോ പ്രഭാതത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഓരോ പ്രഭാതവും വ്യത്യസ്തമാണ്. നമ്മൾ ബോധവാനാണെങ്കിൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഓരോ പ്രഭാതത്തിൻ്റെയും സംഗീതം എല്ലാം മനോഹരമാണ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സ്വധർമ്മത്തിൻ്റെ പ്രാധാന്യം. നമുക്കെല്ലാമുണ്ട്. സ്വധർമ്മം നിധനശ്രേയോ പരധർമ്മം ഭയാവഹ എന്നാണ് ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്വധർമ്മത്തെക്കുറിച്ച് ബോധവാനാകുമ്പോഴാണ് നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാകുന്നത്. നമ്മൾ ചെയ്തു തീർക്കേണ്ട കർത്തവ്യധർമ്മത്തെക്കുറിച്ചിട്ടുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് അലസമായി സമയം പാഴാക്കാൻ കഴിയില്ല. ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ഓരോ നിമിഷത്തിനും അതിൻ്റെതായ മഹാത്മ്യമുണ്ട്, പ്രാധാന്യമുണ്ട്, വ്യത്യസ്തതയുണ്ട്. കാരണം ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, എല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ ഒരു യുവാവിനെ തോന്നി തപസ്സിരുന്നിട്ട് കുറച്ച് സിദ്ധിയൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ആ യുവാവ് തൻ്റെ മാതാപിതാക്കളെയും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് വനത്തിൽ പോയി തപസ്സിരിക്കാൻ പോയി. അങ്ങനെ 10-14 വർഷം അദ്ദേഹം തപസ്സിരുന്നു. അങ്ങനെ ഒടുവിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ ഒരു പക്ഷി വന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാഷ്ടിച്ചു. ആരായാലും ഒന്ന് കോപം വന്നു പോകും, സ്വാഭാവികമാണ്. അങ്ങനെ ഈ ബ്രഹ്മചാരിയായിരിക്കുന്ന താപസൻ മേലോട്ട് നോക്കിയപ്പോൾ പക്ഷി കത്തിക്കരിഞ്ഞ് ചാമ്പലായി താഴേക്ക് വീണു. ഈ കാഴ്ച ഇദ്ദേഹം കണ്ടു. ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിന് അത്രയും മാസ്മരികതയുണ്ട്, തീവ്രതയുണ്ട്. അങ്ങനെ ആ പക്ഷി ചാമ്പലായി താഴെ മരിച്ചു വീണു. ആ നിമിഷം മുതൽ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാനിനി ഇവിടെ ഇരിക്കേണ്ടവനല്ല, എനിക്കെന്തെല്ലോ സിദ്ധികളൊക്കെ വന്നിട്ടുണ്ട്, അമാനുഷികത്വം. അപ്പോൾ അഹംബോധം പ്രവർത്തിക്കാൻ തുടങ്ങി, ഈഗോ, ഞാനെന്ന ഭാവം. അപ്പോൾ അദ്ദേഹത്തിന് വിശപ്പ് തുടങ്ങി, ജീവിതത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടായി. അങ്ങനെ അദ്ദേഹം കാട്ടിൽ പെട്ടെന്ന് ഭക്ഷണമൊന്നും ഉണ്ടാവില്ലല്ലോ. അദ്ദേഹത്തിന് വിശപ്പ് തുടങ്ങിയപ്പോൾ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒരു താമസിക്കുന്നൊരു അമ്മയും അച്ഛനും ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നൊരു വീട്ടിൽ പോയി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് ഭിക്ഷാം ദേഹികളെ വരവേറ്റൊരു ചരിത്രം ഭാരതത്തിലുണ്ട്. ചില അതിഥികളായി ദേവന്മാരായിട്ടാണ് കാണുന്നത്. അവർ വൃത്തി അതാണ്. സന്യാസത്തിലൊക്കെ ഉള്ളവർ ആദരിച്ച് പൂജിച്ച് അതിഥി ദേവോ ഭവ അങ്ങനെയൊക്കെയാണല്ലോ. നമ്മുടെ വീട്ടിൽ വരുന്ന ആരായാലും നമ്മളവരെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, അവരെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഈ ബ്രഹ്മചാരി അവിടെ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞപ്പോൾ അകത്തു നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വരാൻ തുടങ്ങി. എങ്ങനെ ഞാൻ ഇത്രയും അമാനുഷികനായ താപസനായി ഞാനിവിടെ വന്നിട്ട് എന്നെ ആരും ഗൗനിക്കുന്നില്ല, മാനിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഉള്ളിന്നും ഒരമ്മ പറയുകയാണ്, മോനെ, ഇവിടെ പക്ഷിയൊന്നും ചാമ്പലാവാനില്ല, നിനക്ക് ദേഷ്യമൊന്നും വരണ്ട, ഞാൻ വരാം, നീ അവിടെ നിൽക്കുമോ. അപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാട്ടിൽ നടന്ന സംഭവം എങ്ങനെ ഈ അമ്മ അറിഞ്ഞു? അങ്ങനെ അമ്മ വരുന്നവരെ കാത്തിരുന്നു. അമ്മ ഭിക്ഷയുമായി പുറത്തേക്ക് വന്നു, ഭിക്ഷ നൽകി. അപ്പം ഈ ബ്രഹ്മചാരി ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ അറിഞ്ഞു ഇങ്ങനെ പക്ഷി ചാമ്പലായ കാര്യങ്ങളൊക്കെ? ആ മോനെ, ഞാൻ എൻ്റെ സ്വധർമ്മം ചെയ്യുകയായിരുന്നു. എൻ്റെ ഭർത്താവ് രോഗശയ്യയിലാണ്, അദ്ദേഹം വാർദ്ധക്യം വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുകയായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ കാലൊക്കെ തടവി, അദ്ദേഹത്തിന് വേണ്ട മരുന്നൊക്കെ കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്. ആ സമയത്താണ് നീ ഇങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുന്നുണ്ട്, നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നലുണ്ടായി. വെളിപാട് പോലെ, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൽ കൂടുതൽ നിനക്ക് മനസ്സിലാകണമെങ്കിൽ അങ്ങ് പട്ടണത്തിലൊരു വ്യാധനുണ്ട്. വ്യാധം വെച്ചാൽ മാംസം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. ഇത് മഹാഭാരതത്തിലൊരു സ്റ്റോറിയാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവർക്കുള്ള പാഠം ഇതിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം മാംസം വിൽപ്പനയായിരുന്നു. എന്നാലും യോഗിയായിരുന്നു, ഋഷിയായിരുന്നു അദ്ദേഹം. വ്യാധഗീത എന്നാണ് ഇതിൻ്റെ അധ്യായത്തിൻ്റെ പേര്, വ്യാധഗീത.
അപ്പോൾ ഈ മനുഷ്യനാകെ, ഈ ബ്രഹ്മചാരിക്കാകെ, ഈ ഗ്രാമത്തിലേക്കുള്ളവർക്ക് ഇങ്ങനെയൊരു ഇത്രയും സിദ്ധിവിശേഷമൊക്കെ വരണമെങ്കിൽ എങ്ങനെയാണ്? അവർ കാട്ടിൽ പോയിട്ടില്ല, പ്രത്യേക തപസ്സൊന്നും ചെയ്തിട്ടില്ല, അവരെ സ്വധർമ്മം മാത്രം ചെയ്തു. ഒരമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ അത് ഭംഗിയായി ചെയ്തു. അപ്പോൾ അവർക്ക് ചില ജ്ഞാനോദയമൊക്കെ ഉണ്ടായി, അറിയാതെ സംഭവിച്ചതാണ്. അങ്ങനെ ഈ അമ്മയുടെ വാക്ക് കേട്ട് ഈ ബ്രഹ്മചാരി പട്ടണത്തിൽ ഈ മാംസം വിൽക്കുന്ന ആളുടെ ഇപ്പം വളരെ തകൃതിയായിട്ട് മാംസം വെട്ടിക്കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് മൈൻഡ് ചെയ്തില്ല, ഇദ്ദേഹം ദൂരെ മാറി നിന്നു. താപസ വേഷത്തിലാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അമ്മ ഇങ്ങനെ, ഇവരൊക്കെ പരസ്പരം കണക്ഷൻ ഉണ്ട്, നമ്മളറിയാത്ത ബന്ധം അറിയാലോ. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഈ ആളെയൊക്കെ പറഞ്ഞു വെച്ചു, മാംസമൊക്കെ വിറ്റ് എല്ലാം കത്തിയൊക്കെ കഴുകി ക്ലിയറാക്കി. അതിനുശേഷമാണ് ഈ ബ്രഹ്മചാരി, ഓ അമ്മ പറഞ്ഞിട്ട് വന്നതാണില്ലേ നമ്മളമ്മ. അപ്പോഴും ഇദ്ദേഹം അത്ഭുതപ്പെട്ടു. ഒരു മാംസം വെട്ടുകാരനും ജ്ഞാനം. അന്ന് ഫോണും കാര്യമൊന്നുമില്ല, ടെലിപ്പതി, ഇൻഡ്യൂഷൻ, അങ്ങനൊരു കാലഘട്ടം ഇരിക്കാം, നമുക്കറിയില്ല. എങ്കിലും അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ തന്നെ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഈ ബ്രഹ്മചാരിയും കുട്ടി, ഈ വ്യാധൻ, അതായത് മാംസം വിറ്റ് ജീവിക്കുന്നു, കുഴപ്പമില്ലാതായതുകൊണ്ട് അദ്ദേഹം അത് വിറ്റ് ജീവിക്കുന്നു, മാംസം വിറ്റ്. അദ്ദേഹത്തിൻ്റെ തൊഴിലതാണ്, അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരൊക്കെ ചെയ്ത തൊഴിൽ അത് പരമ്പരാഗതമായി ചെയ്യുന്നു. അത്ര തന്നെ വീട്ടിൽ ചെന്നപ്പോഴും ഇതുപോലെ വാർദ്ധക്യം ബാധിച്ച അമ്മയും അച്ഛനും അവശ്യ നിലയിലാണ്. ഉടനെ പോയി അവർക്ക് വേണ്ട പരിചരണമൊക്കെ നൽകി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അകത്ത് നോക്കി, ഇയാൾ എന്താ ചെയ്യുന്നു നോക്കുമ്പം തൻ്റെ അച്ഛനും അമ്മയും ലോകശയ്യയിലും വൃദ്ധാവസ്ഥയിലാണ്. അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കുന്നു, പരിഹരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ബ്രഹ്മചാരിക്ക് ബോധോദയമുണ്ടായി. ഞാൻ ഇത്രയും 10-14 വർഷം ഈ കാട്ടിൽ വന്ന് എന്താണ് നേടിയത്? എൻ്റെ അമ്മയും അച്ഛനെയും എൻ്റെ സ്വധർമ്മം മുഴുവൻ ഞാൻ ചെയ്യാതെ ഞാൻ എന്തൊക്കെയോ മോഹിച്ചുകൊണ്ട് എൻ്റെ 10-14 വർഷം നഷ്ടപ്പെടുത്തില്ലെന്നൊരു കുറ്റബോധം. അദ്ദേഹം ഉടനെ നാട്ടിലേക്ക് തിരിച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെ പല ആൾക്കാർ പെട്ടിരിക്കുകയാണ്. തൻ്റെ സ്വധർമ്മമൊന്നും ചെയ്യാതെ പെട്ടെന്ന് കാര്യം എന്തൊക്കെയോ പെട്ടെന്ന് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ള അങ്ങനെയാണല്ലോ മനുഷ്യൻ പോകുന്നത്, പല സ്ഥലങ്ങളിലും പോയി കുടുങ്ങിപ്പോകുന്നത്. എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ, നമ്മൾ എവിടെയായാലും, വീട്ടിലായാലും നാട്ടിലായാലും എവിടെയായാലും, നമ്മളിൽ അർപ്പിതമായ സ്വധർമ്മം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. അത് വളരെ ഭംഗിയായി 100% ആത്മാർത്ഥമായി സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടി ചെയ്ത് തീർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം, പരമാനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത്ര മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവർക്കും അങ്ങനെ കഴിയുമാറാകട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.